സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാനുള്ള സമവായ ചർച്ചകൾ നടക്കാനിരിക്കെ നിർണായക നീക്കവുമായി സമസ്തയിലെ ലീഗ് അനുകൂലികൾ പാണക്കാട്ടെത്തി. സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി, അബ്ദുസമദ് പൂക്കോട്ടൂർ, സലീം എടക്കര ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാണക്കാടെത്തിയത്. അതേസമയം ഉന്നത യോഗത്തിൽ ലീഗ് വിരുദ്ധ പക്ഷം പങ്കെടുക്കില്ല എന്ന് നിലപാടെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി അരുൺ അമൃതാസ് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ വിമത വിഭാഗം പങ്കെടുക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ ഈ നീക്കം, പാണക്കാട് എത്തിയ ആ നീക്കവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. ഈ സമസ്തയിലെ വിഭാഗീയതയ്ക്കും അപ്പുറത്തേക്ക് അത് രാഷ്ട്രീയമായ ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുസ്ലിം ലീഗിനെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ലീഗിൻ്റെ ഒരു ഇടപെടൽ കൂടി ഇതിലുണ്ടായത്. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ രാഷ്ട്രീയപരമായി തന്നെ ഈ വിഷയം ചർച്ചയാണ്. ഈ സമസ്തയുമായി ബന്ധപ്പെട്ട ഈ സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ നമ്മൾ രാഷ്ട്രീയമായി തുടരെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം ഈ വിമത വിഭാഗത്തിന്, അതായത് ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സമസ്ത നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. സമസ്തയിലെ പ്രശ്നം ആഭ്യന്തര പ്രശ്നമാണ്. അത് സമസ്ത തന്നെ പരിഹരിക്കട്ടെ, ലീഗിൻ്റെ ഒരു ഇടപെടൽ എന്തിനാണ് എന്നൊരു ചോദ്യമാണ് ഈ വിരുദ്ധ വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ അനുകൂല വിഭാഗം ഇപ്പോൾ പാണക്കാട്ടെത്തി ഒരു ചർച്ചയ്ക്ക് മുതിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഏതെല്ലാം രീതിയിൽ തന്നെ ഈ ഒരു സാഹചര്യത്തെ കൂടുതൽ എങ്ങനെ ബാധിക്കുമെന്നുള്ളതൊക്കെ വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടത് കൂടിയാണ്. കാരണം മുമ്പ് ഇത്തരത്തിൽ തീവ്രമായ ഒരു പോരിലേക്ക് പോകുന്നു, ഒരു 89-ന് ശേഷം ഒരു പിളർപ്പിലേക്കോ എന്നൊരു ചോദ്യചിഹ്നം തന്നെ അവിടെ ഉയർന്നൊരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് PK കുഞ്ഞാലിക്കുട്ടി എന്ന ട്രബിൾ ഷൂട്ടർ തന്നെ, രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു ട്രബിൾ ഷൂട്ടർ തന്നെ നേരിട്ടിറങ്ങി ഈ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് ശ്രമം നടത്തുന്നു. അപ്പോൾ പോലും അതിന് വഴങ്ങാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലീഗ് വിരുദ്ധർ സംസ്ഥയിലെ ലീഗ് വിരുദ്ധ വിഭാഗം നടത്തിയിട്ടുള്ള ഒരു നീക്കം ആയി തന്നെ ഇങ്ങനെ വിലയിരുത്തപ്പെടും. എന്തായാലും ഈ ലീഗ് സമസ്ത തർക്കം എന്ന രീതിയിലേക്ക് ഒക്കെ കാര്യങ്ങൾ പോയ ഒരു ഘട്ടത്തിലാണ് സമസ്തയിലെ ഉള്ളിൽ തന്നെ ഈ ഒരു രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അഭിപ്രായ ഭിന്നതയുണ്ടാകുന്നത്. അത് ഈ ഉമ്മർ ഫൈസിയുടെ ആദ്യത്തെ പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള ഒരു വിമർശനത്തിൽ തുടർന്നായിരുന്നു ഈ സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ. അത് കഴിഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് രാത്രി തന്നെ PMA സലാമിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഈ ജിഫ്രി തങ്ങൾക്കെതിരെ ഒരു ഒളിയമ്പ്. അത് വലിയ രീതിയിലൊരു വിവാദത്തിലേക്ക് പോയി. അത്തരത്തിലുള്ള ഒരു പോര് മുറുകുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും അരുൺ, അങ്ങനെ സമസ്തയിൽ വലിയ പ്രശ്നങ്ങൾക്കിടെയാണ് ഇന്നൊരു സമവായ സമ്മേളനം നടക്കുന്നത്. അതിലാണ് ഇത്തരം സംഭവങ്ങൾ. അരുൺ അമൃതാഥാണ് വിവരങ്ങൾ നൽകുന്നത്.